സൂറത്തുൽ ഫത്തിർ 14 നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നൊരായത്തുണ്ട്. ആയത്തിൽ അവര് പറയുന്നത് മലക്കുകൾ അമ്പിയാക്കന്മാരെ കാണുന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ. ഇത് നമ്മുടെ മൗലവിമാരുടെ സ്ഥിരം ചോദ്യമാണ്. അവർ ഉറക്കത്തിൽ ഓതുന്ന ഒരായത്താണ് ഇൻ തദൂഹും എന്ന ആയത്ത്. സത്യത്തിൽ ഒരു സംവാദ ആ വിഷയത്തിൽ നടത്തണമെന്ന് നമുക്ക് വല്ലാത്തൊരു താല്പര്യമുണ്ട്. എന്താണ് ഇൻ തദൂഹും എന്ന് ഒന്ന് വിശദീകരിച്ചു കൊടുക്കണം. അതിന് അവരെ കിട്ടണ്ടേ. സത്യത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖവാരിജുകളുടെ ഏർപ്പാടാണ് മുജാഹിദുകളുടെ കയ്യിലുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകളുടെ പേരിൽ ഇല്ലാത്ത കള്ളങ്ങൾ ചുമത്തിയിട്ട് അവരെ ആയത്തും ഹദീസും ഓതി ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവര് കേൾക്കുകയില്ല എന്ന് എപ്പോഴും പറയും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങളെ വിളിച്ചാൽ എന്നാണ് പറഞ്ഞത്. അത് ആരാ പറഞ്ഞത്? ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. ഒരു മൗലവി ഫോൺ ചെയ്തപ്പോ എന്നോട് ചോദിച്ചു, ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് ഇതിലെല്ലാവരും പെടുന്നു. അപ്പൊ മൂപ്പര് വായിക്കുന്നത് എങ്ങനെ? അല്ലതീ തദ്ഉനഹാന്നാണ്. അല്ലാലിഹത്താന്ന് കട്ടുവെച്ചിട്ടാണ് ഫോണിൽ വായിക്കുന്നത്. സാധുവിന് അറിയില്ല, അല്ലതീന്ന് വരുമ്പോ എന്തെങ്കിലും ഒന്ന് മുമ്പുണ്ടാവും എന്ന് പോലും അറിയില്ല. ആ രൂപത്തിലാണ് വായിക്കുന്നത് തന്നെ. അപ്പോ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എന്താണ്? അൽ ആലിഹത്തല്ലതീ തദ്ഉനഹാ. കണ്ടോ, നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ വിളിച്ചാൽ. അതുപോലെ അത് ഇബ്നു കസീറിന്റെ 3-ാം വാള്യത്തിന്റെ 559-ാമത്തെ പേജിലുണ്ട്. അതുപോലെ 6-ാം നൂറ്റാണ്ടിൽ മരിച്ചുപോയ ഇബ്നു അത്തയ്യ റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീർ മുഹററുൽ മജീദിൽ പറയുന്നു. അതിന്റെ 13-ാം വാള്യത്തിന്റെ 124-ാമത്തെ പേജ്, ബയ്യന തആല അംറൽ അസ്നാം. അല്ലാഹു ഈ ആയത്തിൽ പറയുന്നത് അംറൽ അസ്നാം, ബിംബങ്ങളെ കുറിച്ചാണ്, അതുപോലെയുള്ള ആരാധ്യന്മാരെ കുറിച്ചാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി പറഞ്ഞു, അസ്നാം, ബിംബങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ ഒന്നുകൂടി പറഞ്ഞു. അതെന്താണ്? അതാണ് ഇപ്പോ സുഹൃത്ത് പറഞ്ഞത്. മുജാഹിദുകൾ പലപ്പോഴും കട്ടുവായിക്കുന്ന ഒരു സ്ഥലമാണ്. എന്താണ്? അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ പെടുമെന്ന് ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്. ഖുർത്തുബി പറഞ്ഞത് അതല്ല. പിന്നെന്താണ്? അവിടുന്ന് പറഞ്ഞു എന്തെന്നറിയോ? ആരാധിക്കപ്പെടുന്ന ആളുകൾ, ആരാധിക്കപ്പെടുന്ന പ്രവാചകന്മാർ, ആരാധിക്കപ്പെടുന്ന ജിന്നുകൾ, ഇവരൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടും. ഉദാഹരണമായി മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും പറഞ്ഞ് ആരാധന ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ട്. അതുപോലെ ഉസൈറിനെ പോലെയുള്ള ആളുകളെ ആരാധിക്കുകയും അതുപോലെ ആരാധന സമർപ്പിക്കുകയും ചെയ്ത ആളുകൾ, അവരെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വിളിക്കുന്ന വിളിയെക്കുറിച്ച് അല്ല. അത് ആരാധനയുടെ പരിധിയിൽ പെടുകയില്ല. മുജാഹിദുകൾക്ക് തന്നെ പിഴച്ചത് അവിടെയാണല്ലോ. ആരാധന എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. അതാ പ്രശ്നം. അല്ലാത്തവർക്ക് ആരാധിക്കണം അവിടെ ആരെങ്കിലും പറഞ്ഞു? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു? ഇല്ല. മുജാഹിദ് ചെയ്ത പണി എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. കള്ള് കുടിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയോലോ. അതൊരു പൊതു നിയമമാണ്. അപ്പൊ ഇടക്ക് ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, കള്ള് എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം, മൂപ്പര വകയിൽ പുതിയൊരു നിർവചനം. അതെന്താ? കള്ള് എന്ന് പറഞ്ഞാൽ മധുരമുള്ള വെള്ളത്തിന് പറയുന്ന പേരാണ്. മൂപ്പരൊരു പുതിയ നിർവചനം ഉണ്ടാക്കി. ആ നിർവചനം പറഞ്ഞ് ഇങ്ങനെ വരുമ്പോ ഹോട്ടലിൽ ഒരു സാധു മനുഷ്യൻ ചായ കുടിക്കുന്നത്. ഇയാൾ പറഞ്ഞു, കണ്ടോ കള്ളു കുടിക്കുന്നു. ഇയാൾ കുടിക്കുന്നത് കള്ളാണോ? അല്ല. പക്ഷേ ഇവൻ ഉണ്ടാക്കിയ നിർവചനം അനുസരിച്ച് അത് കള്ളാണ്. കാരണം മധുരമുള്ള വെള്ളത്തിനൊക്കെ കള്ള് എന്ന് പറയും എന്ന് ഇവൻ തെറ്റിദ്ധരിപ്പിച്ചു, പുതിയ നിർവചനം ഉണ്ടാക്കി. അതനുസരിച്ച് അത് കള്ളാണ്. യഥാർത്ഥത്തിൽ കള്ളാണോ? അല്ല. ഇതുപോലെ മുജാഹിദുകൾ പ്രാർത്ഥനയ്ക്ക് തെറ്റായ നിർവചനം പഠിച്ചുണ്ടാക്കി. അതെന്താ? മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറത്തുള്ള ചോദിക്കലാണ് ശിർക്ക്. അതാണ് പ്രാർത്ഥന എന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കി. അത് ഒരു തെളിവില്ലാത്തതാണ്. അത് പറഞ്ഞുണ്ടാക്കിയപ്പോ സ്വാഭാവികമായും അവർക്ക് പറയേണ്ടി വന്നു. എന്തെന്നറിയോ? അവർക്ക് പറയേണ്ടി വന്നു എന്ത്? നമ്മൾ ചെയ്യുന്ന ഇത്തിഹാസമൊക്കെ ഇതിൽ പെടുന്നു. സത്യത്തിലത് പെടുകയില്ല എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം. അത് വളരെ കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇലൽ മഅ്ബൂദീൻ എന്ന് ഇമാം ഖുർത്തുബി അവിടെ രേഖപ്പെടുത്തി.